ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടാലോ? പ്രത്യേകിച്ച് ധർമ്മടം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പൊ അവിടുത്തെ ചില നാട്ടുകാരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. കണ്ടു നോക്കൂ. ഒരു തികച്ചും ഏകപക്ഷീയ മണ്ഡലമെന്ന് വിചാരിക്കുന്ന ധർമ്മടത്തെ കാടാച്ചിറയിലാണ് ഇപ്പൊ ഞാനുള്ളത്. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എങ്ങനെയുണ്ട് ഇലക്ഷൻ? ഉഷാറാണ്. ആരാ ഇവിടെ ജയിക്കുക? ഇവിടെ ജയിക്കേണ്ട UDF-ന്റെ ആണ്. എന്തുപറ്റി? ധർമ്മടം പക്ഷേ ഒരു CPM മണ്ഡലമാണെന്നാണല്ലോ. ഇവിടെ UDF ഇപ്രാവശ്യം ജയിക്കും. ഇവിടെ നോക്കിക്കോ, 1000 വോട്ടിന് UDF ഇവിടെ ഇപ്രാവശ്യം ജയിക്കും. കാര്യം ചില മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേട്, അയാളെ പിടിപ്പുകേട്. അയാളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, അയാളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലോ ചെയ്യുന്നു. ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസനമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഒരു വികസനമില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞല്ലേ ഉള്ളൂ. ഒരു ഭയം കൊണ്ട് പറയില്ലേ ഉള്ളൂ. ഇവരെല്ലാം കളത്തരത്തിൽ കൂടി പോവാ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വെറും ഒന്നിനും കൊള്ളാതെ എല്ലാം ഓൻ്റെ മക്കൾക്കും കൂടി എല്ലാം കട്ടിട്ട് നന്നാക്കുക. വേറൊന്നുമില്ല, ജനങ്ങൾക്ക് കൊണ്ടൊന്നും ചെയ്യുന്നില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. നമ്മളെ നാട്ടിലായോണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉറപ്പൊന്നുമില്ല. വരണോ അങ്ങനെയാണല്ലോ. ഭരണം കുഴപ്പമാണ്. വളരെ കുഴപ്പമില്ലേ, ജനങ്ങൾക്കെല്ലാം അത്രയും മിസ്റ്റേക്കായിട്ട് വരണമായിരുന്നു. ഒരു ധർമ്മടത്തുകാരനാണ് ഈ പറയുന്നത്. ധർമ്മടത്തുകാരനാണ്. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കൊന്നും ഒരു പ്രയോജനമില്ലല്ലോ. മുഖ്യമന്ത്രി നാടാരി നമുക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. അന്നും ഇന്നും ഒരുപോലെ എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. കേട്ടല്ലോ. ഇതിന്റെ സത്യാവസ്ഥ അറിയണേ നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കണം. അപ്പൊ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം.